നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ MLA പുതിയ ഓഫീസിലേക്ക് മാറിയതായി അറിയിപ്പ്. പുതുപ്പള്ളി വെട്ടത്തുകവല നാരകത്തോട് റൂട്ടിൽ ഏറിക്കാട് ഗവൺമെന്റ് UPS സ്കൂളിന് സമീപം തറയിൽ ജോബിയുടെ ഭവനത്തിലാണ് പുതിയ MLA ഓഫീസ്. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഇവിടെ 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്നതാണെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. 9539064331 ആണ് ഓഫീസ് നമ്പർ. പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് വെള്ളിയാഴ്ച 100 വർഷം പൂർത്തിയായി. 1924 ഡിസംബർ 13 ബാങ്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്ത ഹിസ്യമായ ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ 100 വർഷം തികഞ്ഞ ദിവസത്തെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM മാത്യുവിന് മധുരം നൽകിയായിരുന്നു ഉദ്ഘാടനം. ബാങ്ക് പ്രസിഡന്റ് PM പ്രദീപ് അധ്യക്ഷനായി. മുൻ സെക്രട്ടറി KA തോമസ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോജോ ഷാമുവൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഹരികുമാർ, ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് അനിൽ നൈനാൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KS ഗിരീഷ്, മുൻ ഭരണസമിതി അംഗം ലില്ലിക്കുട്ടി ഐസക്, ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളായ PM വർഗീസ്, KV തോമസ്, KK തങ്കപ്പൻ, ജയൻ കണ്ണകര, KY ചാക്കോ, പ്രവീൺ മാണി, അനൂപ് KS, കണ്ണൻ K ദാമു, തുളസി രാധാകൃഷ്ണൻ, ശ്രീകല ശ്രീകുമാർ, സുമ ജേക്കബ്, ബാങ്ക് സെക്രട്ടറി KS അമ്പിളി, ഓഡിറ്റർ KC വിജയകുമാർ, സെയിൽ ഓഫീസർ മുഹമ്മദ് അനസ് എന്നിവർ സംസാരിച്ചു. കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ ബാങ്കിനുള്ള സഹകരണ വകുപ്പിന്റെ അവാർഡ് നിരവധി തവണ നേടിയ ബാങ്ക് 2024 അവാർഡ് നേടിയിരുന്നു. കഴിഞ്ഞ 16 വർഷമായി തുടർച്ചയായി 20% ലാഭവീതം വിതരണം ചെയ്തു വരുന്നതായി പ്രസിഡന്റ് അറിയിച്ചു. പാമ്പാടി ഫയർ സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് 1 കോടി രൂപ അനുവദിച്ച് ചാണ്ടിയുമ്മൻ. ഇന്ന് രാവിലെ പാമ്പാടി ഫയർ സ്റ്റേഷൻ സന്ദർശിക്കുകയും സ്ഥിതി നേരിട്ട് കണ്ട് വിലയിരുത്തിയതിനും ശേഷം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം ആണ് 1 കോടി രൂപ അനുവദിക്കുന്നതായി പ്രഖ്യാപിച്ചത്. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ 10 ലക്ഷം രൂപ മന്ത്രി VN വാസുവിന് കൈമാറി. കുടുംബശ്രീ സമാഹരിച്ച 2 ലക്ഷം രൂപയും ഹരിത കർമ്മസേന അംഗങ്ങൾ സമാഹരിച്ച 35,000 രൂപയും മെമ്പർഷിപ്പു കുഴിയടത്തറയുടെ 1 മാസത്തെ ഓണറ്റ്യവും ഉൾപ്പെടെയാണ് കൈമാറി. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഢാലി റോയ്. കാലാവസ്ഥ കേരളത്തിൽ വരുന്ന 3 ദിവസവും കനത്ത മഴയ്ക്ക് സാധ്യത. മലയോര മേഖലയിൽ രാത്രികാല യാത്ര ഒഴിവാക്കുക. 2034 ലോക ഫുട്ബോൾ ആതിഥേയത്വം വഹിക്കാനായി സൗദി അറേബ്യ തെരഞ്ഞെടുത്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഫിഫ. ലോകകപ്പിന്റെ ആതിഥേയത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ ഉയർന്ന സ്കോർ സൗദിക്ക് ലഭിച്ചിരുന്നു. ഫിഫ അസാധാരണ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഗിയാനി ഇൻഫന്റിനോയാണ് പ്രഖ്യാപനം നടത്തിയത്. 2030 വേൾഡ് ട്രെൻഡ് എക്സിബിഷനും സൗദിയിൽ നടക്കുന്നു. ഇതോടെ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. സൗദിയിൽ പുതുതായി റോഡുകൾ, സ്റ്റേഡിയം, പാർക്കുകൾ, ഹോട്ടലുകൾ എന്നിവ വരുന്നു. നിരവധി തൊഴിൽ അവസരം ഇതോടെ ഉയർന്നു. ഖത്തറിന് ശേഷം വീണ്ടും അറേബ്യൻ മണ്ണിലേക്ക് ലോക കാൽപന്ത് മാമാങ്കം എത്തുന്നുവെന്ന പ്രത്യേകതയുണ്ട്. റിയാദ്, ജിദ്ദ, നിയോം, ദമാം, അബഹ എന്നിവിടങ്ങൾ വേൾഡ് കപ്പിന് വേദിയാകും. മാലം കല്ലക്കുളത്തായ പുതുപ്പള്ളിപ്പറമ്പിൽ PK സഖറിയ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ഞായർ 3 മണിക്ക് വസതിയിൽ. ശുശ്രൂഷകൾക്ക് ശേഷം മണ്ണർകാട് വിശുദ്ധ മാർത്താ മറിയം കത്തീഡ്രൽ സെമിത്തേരിയിൽ ഞായർ രാവിലെ 8 വസതിയിൽ കൊണ്ടുവരും.